ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ഫ്രൈ വെച്ചിട്ട് ഒരു മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെല്ല റൈസ് 4 കപ്പ് ഞാൻ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ പിന്നെ വേവിച്ചെടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു 2 ടീസ്പൂൺ പപ്രിക്ക പൗഡർ, പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മല്ലി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 4-5 മുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ പപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും പിന്നെ ഗരം മസാലയും കൂടെ ഓരോ ടീസ്പൂൺ വെച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അതുപോലെ തന്നെ ഓൾ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഇടണം. ഒരു 2 എണ്ണം ഇടണം. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്ത് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ 1.25 കിലോ ചിക്കനാണ്. ഇതുപോലെ സ്കിന്നോട് കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഫോർക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പൗഡർ 2-3 ടീസ്പൂൺ പൗഡർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ബട്ടർ കുറച്ച് ചേർത്താലും മതിയാവും. ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ സാധാരണ മന്തിക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാതെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ഞാനൊരു പ്രത്യേക രീതിയിലാണ്, എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുരുമുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പൗഡർ നമ്മൾ മാറ്റി വെച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണങ്ങിയ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു ഒരു 5-6 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഏലക്കയും കൂടെ ഒരു 4-5 പീസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുവാണേ. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ അരി നന്നായിട്ട് വെന്ത് വരുന്നത് കാണാം. ഇനി നമ്മളൊരു 5-10 മിനിറ്റും കൂടെ നമ്മൾ സിമ്മിലാക്കി കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കാണാം നമുക്ക് നന്നായിട്ട് ചോറ് വെന്തിരിക്കുന്നത് കാണാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉള്ള വെള്ളം കൂടെ നമുക്ക് നന്നായിട്ട് പറ്റി വന്നോളും. സെല്ല റൈസ് ആയതുകൊണ്ട് ഇത് ഒത്തിരി അങ്ങ് കുഴഞ്ഞൊന്നും പോവില്ല. ബസ്മതി റൈസ് പോലെ ഇത് കുറച്ച് കട്ടി കൂടിയ അരിയാണ്. അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അത് 1 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കണം. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് നമുക്കിതിലേക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മളിത് വേറെ നമ്മൾ വേവിക്കി എടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന്, വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിനിടയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് പാലിനകത്ത് കുറച്ച് കുങ്കുമപ്പൂ ചേർത്തിട്ട് ഒരു കളർ കിട്ടാനായിട്ട് അത് ഞാൻ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുഴഞ്ഞു പോകാതെ നമ്മൾ വേറിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം കൂടെ കുറച്ചൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് ആ ചിക്കൻ്റെ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആ എണ്ണ അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് അടപ്പ് വെച്ചിട്ട് നമ്മൾ ക്ലിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ദം ചെയ്യുന്ന പോലെ ആയിക്കോട്ടെ. അത് നന്നായിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് സിമ്മിലാണ് ഇടേണ്ടത്, തീ കൂട്ടി വെക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നെടുത്ത് അത് ചിക്കൻ്റെ പീസസ് മാറ്റിയിട്ട് റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് റൈസും ഒരു പീസും കൂടി എടുത്ത് മാറ്റാം. നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുഴിമന്തി ഒന്നുമല്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതിയാവും. അപ്പോൾ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.